ഇതെനിക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സുഹൃത്ത് അയച്ചു തന്ന CCTV ദൃശ്യമാണ്. ആ ദൃശ്യമൊന്ന് കാണാം. ആ CCTV ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത് മദ്രസയിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളായ 2 കുട്ടികൾ ഈ കലണ്ടറും മറ്റുമൊക്കെയായി ഏതോ കടയിലേക്ക് ഇറങ്ങി വരുന്ന CCTV ദൃശ്യമാണ്. ഇതെനിക്ക് ഒരാൾ വളരെ വേദനയോടെ എടുത്ത് ഇതൊന്ന് പ്രതികരിക്കണം സാർ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വലിയൊരു വേദന തോന്നുന്ന സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. ഈ ചിന്തയിൽ കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പറയുന്ന മറ്റൊരു സംഭവം ഉണ്ടായി. അത് ദേ ഈ സംഭാഷണത്തിൽ കേൾക്കാം. എന്തോ പറഞ്ഞേ മലപ്പുറത്ത് മലപ്പുറം മഴക്കാട് ഇത് തയ്യാറും കുട്ടികൾ പഠിക്കുന്നുണ്ട്. എത്തിയങ്ങളും ആപ്പിങ്ങളും തല്ലുകളായിട്ട് അപ്പൊ ഒരു മാസത്തിന് നല്ലൊരു ഫണ്ടിന്റെ ആവശ്യം വരുന്നുണ്ട്. അവിടെ ദിവസം ഒരു കുട്ടി ഈ ഓതാൻ വരുന്ന മോൻ എന്തിനാ നടക്കുന്നത്? നീ ഓതാൻ വരുന്നത്, നീ ഓതാൻ പോയി അവിടെ പോയി നിന്ന് പഠിക്കണം. ഉസ്താദ് അത് ഭയങ്കര വൃത്തിയായിട്ട് വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് നടത്തുന്ന സ്ഥാപനമാണ്. നീ ഇങ്ങനെ ഓരോ വീടുകളിൽ നടന്ന് ഈ ഇൽമ പഠിച്ച ആളുകൾ ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ വല്ലതും നല്ലപോലെ പ്രതികരിക്കുമോ? അല്ലെ നമ്മളെ പഠിക്കാൻ അതിന് പഠിക്കാൻ നേരത്തെ എന്തിനാ പഠിക്കാൻ മാർഗമുള്ളവരത് ഉണ്ടാക്കി നമ്മളുണ്ടാക്കി കൊണ്ടുവന്ന് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം ഞാനൊരു കോളേജിൽ പഠിക്കുന്നു, ഞാൻ ഫീസ് കൊടുക്കണം പഠിക്കണമെങ്കിൽ. അങ്ങനെ ഫീസ് കൊടുക്കാൻ മാർഗമില്ലെങ്കിൽ ആരെങ്കിലും ഫീസ് നമ്മുടെ കൊടുക്കണം. എന്തോ എന്ന് പറഞ്ഞാലും നാളെ എവിടെങ്കിലും ഒരു ആലിമായിട്ടോ ഒരു പള്ളിയിലെ ഇമാമായിട്ടോ ഒരു പ്രാസംഗികനായിട്ടോ വളർന്നു വരേണ്ട നീ, അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ, ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ വളർന്നു വരേണ്ട നീ ഇങ്ങനെ പോകുന്നത് ശരിയല്ല. അത് ഉസ്താദന്മാരോടത്ത് പോയി പറയണം. അതൊരു നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ഒരു മുറിവാണ്. നമ്മളിങ്ങനെ രാവിലെ മുതൽ എന്തിനാ അങ്ങനെ നടക്കേണ്ട ഒരു കൗമാണോ നമ്മൾ? ഒരു വീട്ടിൽ പോയി പിരിക്കുന്ന 50 രൂപ 100 രൂപ. ഇപ്പൊ ഇവിടങ്ങളിലെ ഒരു 4-5 വീട് കാണും കുറച്ചൊരു മാർഗമുള്ളത്, ബാക്കി എല്ലാം വെറും പാവങ്ങളാണ്. അപ്പൊ അവിടെ വന്ന് 50 രൂപ 100 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി നടത്തേണ്ട ഒരു സ്ഥാപനമാണോ? ഞാൻ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ടിൽ അയച്ചേക്കാം ഇൻഷാല്ലാ. കേട്ടാ? അത് വേണ്ട, അത് നീ വെച്ചോ. ഓക്കെ. ഇതാണ് സംഭവം. അവസാനം ഒരു കലണ്ടർ നൽകിയതാണ് ആ മകൻ. ഏതോ ഒരു ഉമ്മയുടെയോ വാപ്പയുടെയോ മകനാണ്. ഇനി ഇതെല്ലാം പോട്ടെ, പടച്ചവൻ്റെ ഉത്തമനായ ഒരു സൃഷ്ടിയാണ്. ഏറ്റവും മഹത്വമേറിയ അവൻ്റെ ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. മുത്തഅല്ലിമാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പഠിക്കുന്നത് നാഫിയായ ഇൽമാണ്, പടച്ചതമ്പുരാനെക്കുറിച്ചാണ്. പടച്ചതമ്പുരാൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത പഠിപ്പിച്ചിട്ടുള്ളത്, മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത് പോലും മലക്കുകൾ പോലും അനുവദിക്കാതെ സമ്മതം നൽകാതിരുന്നിട്ട് പോലും മനുഷ്യനെ സൃഷ്ടിച്ചതാണ് പടച്ചവൻ. എല്ലാ ഡിഗ്നിറ്റിയോടെയും കൂടിയാണ് സൃഷ്ടിച്ചത്, ആത്മാഭിമാനത്തോടെ. ആ ആത്മാഭിമാനം പഠിക്കേണ്ട ഇടങ്ങളിൽ അതിനുവേണ്ടി, ആ സ്ഥാപനത്തിന് വേണ്ടി, അത് പഠിക്കുന്നതിന് വേണ്ടി പിരിവിനായി അവരെ വിടുക എന്ന് പറയുന്നത് എത്ര ശരിയല്ലാത്ത കാര്യമാണ്. അത് പാടുള്ളതാണോ? നിങ്ങളുടെ മക്കളെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതുപോലെ പിരിവിന് വിടാൻ ആരെങ്കിലും തയ്യാറാവുമോ? അങ്ങനെ പാടുണ്ടോ? ഇത്തരമൊരു സ്ഥാപനം നടത്തുന്ന ഉസ്താദന്മാർ അവരുടെ ത്യാഗത്തെക്കുറിച്ചോ അവരുടെ ആത്മാർത്ഥതയോ ഒന്നും ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിനുള്ള ഫണ്ട് സമാഹരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കൽ പോലും അവിടെ പഠിപ്പിക്കുന്ന മക്കളെ വിട്ട് പിരിക്കാം, വിറ്റെടുക്കാം എന്ന് പറയുന്നൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിക്കൂടാത്തതാണ്. അതൊട്ടും ശരിയല്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ ഈ വരുന്ന കുഞ്ഞുങ്ങൾ യതീമായിരിക്കും, അല്ലെങ്കിൽ വരുന്ന കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവർ വന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനത്തെക്കുറിച്ചാണ്, തല ഉയർത്തി നിന്ന് ജീവിക്കേണ്ടതിനെക്കുറിച്ചാണ്,
സ്വന്തം വിശ്വാസവും മൂല്യങ്ങളും ഏറ്റവും കരുത്തുള്ളതാണെന്ന് പഠിപ്പിക്കലാണ്. അള്ളാഹുവിൻ്റെ തന്നെ പ്രകാശത്താൽ റൂഹ് നിക്ഷേപിക്കപ്പെട്ടു എന്ന തരത്തിൽ വിശ്വസിക്കുന്ന ആ ചൈതന്യമുള്ള കുട്ടികളെ അവരുടെ ഗതികേട് കൊണ്ട് പോലും എവിടെങ്കിലും പോയി കൈനീട്ടുന്നത് ഏറ്റവും മോശമായ കാര്യമാണ്. എന്നാൽ ഇത് അതുപോലൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ 30,000 പേരെന്ന് ആ പ്രിൻ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്ന ലഘുലേഖയിലുണ്ട്. 25,000 എന്ന് ആ മകൻ പറഞ്ഞു. 30ഓളം സ്ഥാപനങ്ങളെന്ന് പറഞ്ഞു. അത് നടത്തിക്കൊണ്ടു പോകാൻ എന്തെല്ലാം മാർഗമുണ്ട്? അങ്ങനെ നടത്താൻ മാർഗമില്ലെങ്കിൽ ഇത് അനന്തമായി വലുതാക്കി അവിടെ നിന്ന് ഭിക്ഷയാചിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് കൊണ്ട് നാളെ ഈ സമൂഹത്തിന് എന്ത് വില കിട്ടാനാണ്? ഈ പ്രായത്തിലെ ഇതിന് അറപ്പ് മാറിയാൽ, നമ്മൾ സാധാരണ പറയുമല്ലോ ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമുണ്ട് ലജ്ജ, വെറും 2 അക്ഷരമേ ഉള്ളൂ ലജ്ജ. പക്ഷേ അതില്ലാതായാൽ പിന്നെ 10,000 അക്ഷരങ്ങൾ ചേരുന്ന ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് മടിയില്ലാതാവും. ഒരാളിൻ്റെ വീട്ടുപടിക്കൽ ചെന്ന് ഇതുപോലൊരു സ്ഥാപനത്തിന് വേണ്ടി രാഷ്ട്രീയക്കാർ പിരിവിന് ചെല്ലുന്ന മറ്റൊരു കാര്യമാണ്. അതവർക്ക് ചോദിക്കാനുള്ള അവകാശവും ഈ നിൽക്കുന്ന ആളിന് കൊടുക്കാനുള്ള പല സംഗതികളും ഒക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, അതും ഇതുപോലെ വിദ്യാർത്ഥികളല്ല, ആ പ്രദേശത്തെ മുതിർന്ന ആളുകളാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഉസ്താദിന് മാർഗമില്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ ഒരു പള്ളിയിൽ ഇമാമിനോട് സംസാരിച്ച് അവിടെ എന്തെങ്കിലും തരുന്ന 10-15 ആളുകളെ കണ്ട് രഹസ്യമായി അത് വാങ്ങുകയോ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നവരിൽ നിന്ന് തന്നെ ഇത് വാങ്ങുകയോ, വിദേശത്ത് ഇത് നൽകാൻ മനസ്സുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി വാങ്ങുകയോ ചെയ്തിട്ട് യഥാർത്ഥത്തിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും തലക്കെട്ടായി എഴുതേണ്ടതാണ് ഇവിടെ പഠിക്കുന്ന മക്കളെ ആത്മാഭിമാനത്തോടെ പഠിപ്പിക്കുമെന്ന്. അതിന് പകരം ഇങ്ങനെ വിടുന്നത് ശരിയല്ല. നിരവധിയായ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഒരു ലജ്ജയുമില്ലാതെ വിടുന്നു. ഒരു കാരണവശാലും എനിക്കിതിൽ ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവർക്കെന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്ന കാര്യമായിരിക്കും. ആ പറയുന്നതിന് എന്തെങ്കിലും സദക്ക കൊടുത്തോളൂ, അല്ലെങ്കിൽ അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും എത്തിച്ചോളൂ. ഈ കച്ചവടത്തിന് നിങ്ങൾ നിൽക്കരുത്. കാരണം ഇത് വെച്ച് കച്ചവടം ചെയ്യുന്നത് നാളെ ആത്മാഭിമാനത്തോടെ ഈ ഇൽമ് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരാളിനെ കച്ചവടക്കാരനാക്കുന്ന, ലജ്ജയില്ലാതാക്കുന്ന ഒരു പരിശീലനമാണെന്നുള്ളത് മറന്നുകൂടാ. ബഹുമാന്യരായ ഉസ്താദന്മാർ അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്.